അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാനിൻ്റെ കാരുണ്യത്തിൻ്റെ ദിനങ്ങളാണല്ലോ ആദ്യത്തെ 10 ദിവസങ്ങൾ, ഡേയ്സ് ഓഫ് മേഴ്സി. എന്താണ് കാരുണ്യത്തിൻ്റെ യഥാർത്ഥ ആഴം? റഹ്മാൻ റഹീം എന്ന പദത്തിൽ നിന്നാണ് കാരുണ്യം എന്ന അർത്ഥം വരുന്നത്. നിബന്ധനകളില്ലാതെ സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അടിമകൾക്ക് കരുണ ചൊരിയും. ഭക്ഷണം, സംരക്ഷണം, സ്നേഹം, പരിപാലനം ഇതെല്ലാം നിരുപാധികമായി നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കാതെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം നൽകും. ഇഹ്സാനും റിഫ്ക്കും നൽകുക എന്നുള്ളതാണ്. നമുക്കെന്താണോ ആവശ്യമുള്ളത് അത് നൽകുക. ഇതാണ് മഹാന്മാർ കാരുണ്യത്തെ വിശദീകരിച്ചിട്ടുള്ളത്. ഇഹ്സാൻ, റിഫ്ക്ക്. എത്രയോ ശിക്ഷിക്കാനുള്ള അവസരങ്ങളുണ്ടായിട്ടും ശിക്ഷ നൽകാതെ മാപ്പ് നൽകാനുള്ള അവസരങ്ങൾ തുറന്നു നൽകുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ മാസത്തിലൂടെ ചെയ്യുന്നത്. ഈ കാരുണ്യം എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ സേഫ്റ്റിയാണ്. നമ്മുടെ മനസ്സിന് നൽകുന്ന ഒരു സംരക്ഷണം, ഒരു സമാധാനമാണ്. എൻ്റെ പടച്ചവൻ, എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന ഒരു സൈക്കോളജിക്കൽ സേഫ്റ്റി നൽകുന്നുണ്ട് ഈ അള്ളാഹുവിൻ്റെ റഹ്മത്ത്. ഈ റഹ്മത്താണ് വിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വേണ്ടി ഓഫർ ചെയ്തിട്ടുള്ളത്. അൺകണ്ടീഷണലായിട്ടുള്ള പോസിറ്റീവ് റിഗാർഡ്, അഥവാ നിബന്ധനകളേതുമില്ലാതെ ഒരാളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരോട് മുഴുവനും സർവ സൃഷ്ടികളോടും കാരുണ്യം കാണിക്കുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധം കഴിഞ്ഞ് തൻ്റെ കുഞ്ഞിനെ തിരഞ്ഞു നടക്കുന്ന ഒരു ഉമ്മയെ കാണും. സഹാബാക്കളും കൂടെയുണ്ട്. ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ ഉമ്മ സന്തോഷം കൊണ്ട് പാൽ കൊടുത്തതിന് തുരുതുര ഉമ്മ വെക്കുകയാണ്. ഇതുകണ്ട സഹാബാക്കളോട് അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, ഈ കുഞ്ഞിനെ ആ ഉമ്മ തീയിലിടുന്നു? സഹാബാക്കൾ ഒന്നൊന്നും പറഞ്ഞു, ഒരിക്കലുമില്ല. ആ കുഞ്ഞിനോട് ആ ഉമ്മയ്ക്കുള്ള സ്നേഹം എത്രയാണ്! അതിലേറെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മനുഷ്യരോടുണ്ട്. ആ കാരുണ്യമാണ് നമുക്ക് റമദാനിലെ ആദ്യത്തെ 10 അല്ലാഹു പ്രത്യേകം ഓഫർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനിലെ കാരുണ്യത്തിൻ്റെ വിശാലത കാണിക്കുന്ന ഒരു ആയത്ത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിങ്ങൾ ആശമുറിയരുത്, അഥവാ നിങ്ങൾ പ്രതീക്ഷ കൈവിട്ടവരാകരുത്. നിങ്ങൾ എന്തു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എന്തല്ലാഹുവിനോട് വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ച തമ്പുരാൻ അത് പുറത്തു തരാൻ തയ്യാറാണ്. ഈ ഒരു പ്രയോഗം ഒരു ഓപ്പൺ ഇൻവൈറ്റേഷനാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. തുറന്ന ഒരു ക്ഷണം. ആർക്കും എപ്പോഴും എന്നിലേക്ക് മടങ്ങി വരാം. അങ്ങനെ മടങ്ങി വന്നാൽ ഞാൻ സ്വീകരിക്കും, നിങ്ങൾക്ക് മാപ്പ് നൽകും, നിങ്ങൾക്ക് എൻ്റെ കാരുണ്യം ചൊരിയും എന്ന വിശാലമായ ഒരർത്ഥത്തിലാണ് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്നല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇത് നൽകുന്ന ഹീലിംഗ് എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ റഹ്മത്തിൻ്റെ ദിനങ്ങൾ ഇനി 5-6 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾ ടോക്സിക് ഗിൽറ്റിൽ നിന്ന് സെൽഫ് കമ്പാഷൻ ശീലിക്കാനുള്ള സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാരുണ്യം കാണിക്കുന്നുവെങ്കിൽ നമ്മൾ എന്തിനു വെറുക്കണം? നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയും നമുക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസവും ഉണ്ടാവുക എന്നുള്ളതാണ്. 100 പേരെ കൊന്ന വ്യക്തിക്ക് പോലും അല്ലാഹു മാപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്.
അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയവനെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനത്തിന് അവസരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് റഹ്മത്തിൻ്റെ 10 ആദ്യത്തിലാക്കിയത്. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10. റഹ്മത്ത് കിട്ടിയവൻ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടാൻ എളുപ്പമാണ്. മഗ്ഫിറത്തും കിട്ടിയാലേ സ്വർഗപ്രവേശം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മൂന്നാമത്തെ 10 നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശത്തിൻ്റെയും 10 മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ഓർഡറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു രഹസ്യം വെച്ചിട്ടുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. റഹ്മത്തിൻ്റെ ഈ 10 അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ ഉള്ള ധാരാളം വഴികളുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ജനങ്ങളോട്, അവൻ്റെ അടിമകളോട്, അള്ളാഹുവിൻ്റെ അടിമകളോട് കാരുണ്യം കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള സർവ്വവസ്തുക്കളോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം. മനുഷ്യർ എന്ന് മാത്രമല്ല പറഞ്ഞത്, സർവ്വജീവികളോടും, ജന്തുക്കളോടും, സസ്യങ്ങളോടും, സർവ്വതിനോടും നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തിൻ്റെ അധിപൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് കാരുണ്യം കാണിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിബന്ധന നിങ്ങൾ ഭൂമിയിലുള്ള ജീവജാലങ്ങളോടും അല്ലാത്തതിനോടും കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ തൗബ തന്നെയാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടും. പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക. തെറ്റു ചെയ്തു പോയവൻ അതിൽ നിന്ന് തൗബ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നിങ്ങൾ തെറ്റു ചെയ്യുകയും വമൻ താബ വഅമില അമലൻ സാലിഹ, തെറ്റു ചെയ്ത വ്യക്തി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്തു, വഅമില അമലൻ സാലിഹ, അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്താൽ, യുബദ്ദിലുല്ലാഹു സയ്യിഅതിഹിം ഹസനാത്ത്, അവൻ ഇതുവരെ ചെയ്ത തിന്മകൾക്ക് പോലും നന്മയുടെ പ്രതിഫലം കിട്ടും. അഥവാ 60 കൊല്ലത്തിൽ 59 കൊല്ലവും ഒരാൾ തെറ്റ് ചെയ്ത് ജീവിച്ചു. 60ാമത്തെ കൊല്ലം അവൻ നന്നായി, അവൻ തെറ്റിൽ നിന്ന് വിട്ടുനിന്ന് ഇനി ഞാൻ നല്ലവനായി ജീവിക്കണം എന്ന തീരുമാനമെടുത്ത് തൗബ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, സൽക്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞുപോയ 59 വർഷങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് പകരം അവന് കൂലി നിശ്ചയിക്കുമെന്ന് ഇത്രയും വിശാലമായ കാരുണ്യമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കാരുണ്യം. അള്ളാഹു ആ കാരുണ്യത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ റമദാൻ മാസത്തിലെ റഹ്മത്തിൻ്റെ 10 നമുക്ക് അനുകൂലമാക്കി തരട്ടെ. റമദാൻ പൂർണ്ണമായും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.